തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കുക. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ അതിവാത്സല്യമായ സ്നേഹസ്വരസുധാം നാഥ, അവിടുന്ന് കർത്താവെ ഒരു പ്രാവശ്യം കൊണ്ട് തൻ്റെ ജനത്തെ നയിക്കുവാൻ അങ്ങൊരുക്കുന്ന വലിയ സാവകാശത്തിനായി നന്ദിയോട് സ്തോത്രം. അതാ പ്രത്യേകിച്ചും കർത്താവെ, അങ്ങയുടെ ഈ ശുശ്രൂഷയിൽ കൂടെ കർത്താവെ, സ്ഥലകാല പരിമിതികളില്ലാതെ കർത്താവെ, ലോകത്തിൽ അനേകർക്ക് ഇത് കാണുവാനും ശ്രവിക്കുവാനും അങ്ങൊരുക്കുന്ന വൻ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം കർത്താവെ. അതിർവരമ്പുകളില്ലാതെ കർത്താവെ, അങ്ങയുടെ സുവിശേഷം എത്തിക്കത്തക്കോണം അങ്ങ് ഒരുക്കിയിരിക്കുന്ന വലിയ സാഹചര്യത്തിനായി നന്ദിയോട് സ്തോത്രം. അനേകർക്ക് ഉപയുക്തമാക്കുന്നതോടൊപ്പം കർത്താവ് അനേകരുടെ ജീവിതത്തിൽ കർത്താവ് അങ്ങേ കണ്ടെത്തുവാൻ ഒരു സാവകാശം ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥമായ കർത്താവിനെ മനസ്സിലാക്കുവാൻ അത് ഈ കാര്യം ഇതിൽ കൂടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കർത്താവെ അങ്ങ് അവിടുന്ന് നല്ല ഫലങ്ങൾ ലഭ്യമാകത്തക്കണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിയൻ ബലഹീനമെങ്കിലും ബലപ്പെടുത്തുന്ന അങ്ങയുടെ ശ്രേഷ്ഠ കൃപ ഉടനെ എന്നെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തി അങ്ങയുടെ കൃപകളുടെ നിറവിൽ കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുവാനിടയാകണം. എൻ്റെ വാക്കുകളോട് വചസ്സുകൾ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും ജനത്തിൽ ആഴമായി അങ്ങയുടെ വചനം സ്പർശിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് യേശു ആശിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ലോകത്തെമ്പാടും നാം നോക്കുമ്പോൾ ആർക്ക് ആരെ സ്വാധീനിക്കുവാൻ കഴിയുന്നോ അവരാണ് മുൻനിരയിൽ നിൽക്കുവാൻ ഇടയാകുന്നത്. അത് എന്ത് മേഖലയായാലും, ആത്മീയ മേഖലയായാലും, സാമൂഹിക മേഖലകളായാലും, ഔദ്യോഗിക മേഖലകളായാലും, എന്തിന് കുടുംബജീവിതത്തിൽ പോലും പലപ്പോഴും ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ രാജ്യത്തെപ്പറ്റി നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി എല്ലാവരെയും സ്വാധീനിച്ചെന്ന് പറഞ്ഞ് നടന്നെങ്കിലും ഇന്ന് അതിൻ്റേതായ പ്രതിസന്ധികൾ എത്രമാത്രമാണ് അവിടെ ഓരോരുത്തരും അനുഭവമാക്കുന്നെന്നും യഥാർത്ഥമായൊരു സ്വാധീനമില്ലെന്നാണ് പലപ്പോഴും അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്. പണ്ട് ഏത് രാജ്യം ആരെ സ്വാധീനിക്കുവാനും ആരുടെ മേലും സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആ രാജ്യത്തിന് പോലും ഇന്ന് പലരുടെ മേൽ പലരെയും സ്വാധീനിക്കാനോ ജനതകളെ സ്വാധീനിക്കുവാനോ കഴിയാത്ത അവസ്ഥ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിലൊരു സ്വാധീനം? നമ്മുടെ ചുറ്റും നാം നോക്കുമ്പോൾ നാം ഉപയുക്തമാക്കുന്ന ഓരോ കാര്യങ്ങളും പലപ്പോഴും നാം അത് ഒരു സൂപ്പർ മാർക്കറ്റിലോ മറ്റ് പലചരക്ക് കടകളിലോ എവിടെയെങ്കിലും കടന്നു പോകുമ്പോൾ ഒരു കാര്യം മേടിക്കുവാൻ നാം ചിന്തിക്കുന്നു, ഓ ഇതിനെപ്പറ്റി ഇങ്ങനൊരു പരസ്യം കണ്ടോ, ഇത് നല്ല കാര്യമായിരിക്കും, നാം അത് വാങ്ങിയെന്നിരിക്കും. യഥാർത്ഥത്തിൽ ആ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കാണുന്നത് അല്ലെങ്കിൽ ശ്രവണ മാധ്യമങ്ങളിൽ കൂടെ കേൾക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ ഉബോധ മനസ്സിൽ നമ്മെ സ്വാധീനിച്ച് അത് അവിടെ കിടക്കാറുണ്ട്. അത് നാം കാണുമ്പോഴായിരിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം ഇതിനെപ്പറ്റി കേട്ടല്ലോ എന്ന്. ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇൻ്റർനെറ്റ് മേഖലയിൽ നാം നോക്കുകയാണെങ്കിൽ വ്ളോഗേഴ്സ് അത് അനേകരെ സ്വാധീനിക്കത്തക്കോണം പുറത്തിറക്കുന്ന പല കാര്യങ്ങൾ കാണുവാൻ ഇടയാകും. പൊടുന്നനെ ഓടി ചാടി നടക്കുന്ന വേദന മാറിയ അവസ്ഥകൾ, ഇത് ഉപയുക്തമാക്കിയാൽ നിങ്ങളുടെ തലമുടി വളരുന്ന അവസ്ഥ, ഇതൊക്കെ നാം കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒക്കെ യഥാസ്ഥിതിക്കുന്ന എന്തെങ്കിലും വസ്തുവകകളുണ്ടോയെന്ന് ആരും ചിന്തിക്കാറില്ല. ഈ യഥാർത്ഥത്തിൽ ഇപ്രകാരമുള്ള സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഫോളോവേഴ്സ് കൂടുന്തോറും അവർക്ക് അതിൻ്റേതായ സാമ്പത്തിക നന്മകൾ ലഭ്യമാകും. പക്ഷേ നാം ഒന്ന് യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ സ്വാധീനം ഈ ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ ചെലുത്തിയ അല്ലെങ്കിൽ സ്വാധീനത്തോടെ ഒരു ജനത വളർന്നിട്ടുണ്ടെങ്കിൽ അത് ക്രൈസ്തവ സമൂഹമായിരുന്നു. നാം ചിന്തിക്കുക, എവിടെയാണ് ഈ സ്വാധീനം? അപ്പോസ്തല പിതാക്കന്മാരുടെ ജീവിതത്തിലെ സാക്ഷ്യങ്ങളായിരുന്നു സ്വാധീനം. കർത്താവിൻ്റെ ജീവിതമായിരുന്നു സ്വാധീനം. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സാക്ഷ്യമില്ലാതായി തീരുകയും കർത്താവ് യഥാർത്ഥത്തിൽ നമ്മുടെ മധ്യത്തിൽ ഉണ്ടോ എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നത്തിൻ്റെ മുൻപിലായപ്പോൾ ഈ സ്വാധീനം തനിയെ കുറയുക മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അനേകരെ വിട്ട് മറ്റു മതത്തിലേക്ക് പോകുന്നൊരവസ്ഥ, അവരുടെ സ്വാധീനം വർദ്ധിച്ചപ്പോൾ. അപ്പോൾ ഇന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത്,
ഞാനൊരു ക്രിസ്ത്യാനിയാന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം മറ്റുള്ളവരെ എത്രമാത്രം അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് എത്രമാത്രം ആകർഷിക്കത്തക്കോണുള്ള സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നുണ്ടെന്നാണ്. ആ സ്വാധീനത്തെ എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ, അതായത് ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ലോകത്തിന് കാണിക്കുന്ന ഒരു വ്യക്തിയല്ല. ക്രിസ്തുവിനെ കാണിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളിൽ നിലനിന്ന് പ്രവർത്തിക്കുകയും നമ്മുടെ വാക്കുകളും വചസ്സുകളും പ്രവർത്തനങ്ങളും അപ്രകാരം ആയിത്തീരണം. ഇന്ന് അല്പനേരം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് 2 കൊരിന്ത്യർ 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നതാണ്. സ്ഥാനപതി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അംബാസഡർ. സ്ഥാനപതി ആരാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്ഥാനപതിയായി മറ്റൊരു രാജ്യത്തിലേക്ക് ഒരുവനെ നിയമിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും സംസാരവും ആ വ്യക്തിയുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ രാജ്യത്തെ മഹത്വീകരിക്കുന്നതായി തീരണം. അംബാസഡേഴ്സ് അല്ലെങ്കിൽ അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ്, കർത്താവിൻ്റെ സ്ഥാനാധിപതിയായി നാം തീരണം. നാം ഇന്ന് അതാണോ? കർത്താവിൻ്റെ സ്ഥാനാപതിയായി തീരണമെങ്കിൽ കർത്താവിൻ്റെ യഥാർത്ഥത്തിൽ ഗുണങ്ങളും കർത്താവിൻ്റെ സ്വഭാവങ്ങളും ഉള്ളവരായി നാം തീരണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കാനാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയാണ്. മുമ്പോട്ട് വായിക്കുമ്പോൾ ഗലാത്യ ലേഖനം 6:10 വായിക്കുമ്പോൾ, ആകയാൽ അവസരം ലഭിക്കുമ്പോഴെല്ലാം നാം എല്ലാവർക്കും പ്രത്യേകിച്ച് സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഈ ഗലാത്യ സഭയോട് പൗലോസ്ലീഹ ഇത് പറയുന്നത് അവസരം ലഭിക്കുമ്പോഴൊക്കെയും നാം എല്ലാവർക്കും, പ്രത്യേകിച്ച് സഹവിശ്വാസികൾക്ക്, എല്ലാവർക്കും ചെയ്യണം. എന്നാൽ അതിനുപരിയായി ഒരു പടിയുടെ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യാൻ പഠിക്കണം. ഇന്ന് നാം ആയിരിക്കുന്ന ഏത് സഭയുമായിക്കൊള്ളട്ടെ, ഏത് പ്രാർത്ഥനാ കൂട്ടവും എന്തുമായിക്കൊള്ളട്ടെ, ഒരു നിമിഷം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നാം ഇപ്രകാരമുള്ള സംരംഭത്തിൽ കടന്നുപോയി പ്രവർത്തിക്കുമ്പോൾ നാം നമ്മുടെ ചുറ്റും വേദനകളുടെയും പ്രയാസങ്ങളുടെയും താഴ്വരയിൽ കടന്നു പോകുന്ന വ്യക്തികളോ കുടുംബങ്ങൾക്ക് വേണ്ടി നാം നന്മ ചെയ്യുവാൻ ഒരു ചുവടെങ്കിലും വെച്ചിട്ടുണ്ടോ? ആരും അറിയാതെ. ഇന്ന് പലരും പലതും ചെയ്യാൻ പരിശ്രമിക്കും, പക്ഷെ അത് 10 പേര് കാണുക അല്ലെങ്കിൽ 10 പേര് അറിഞ്ഞുള്ള പ്രവർത്തനമാണ്. ഇവിടെ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് ഈ ഭൂമുഖത്ത് കടന്നു വന്നപ്പോൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയല്ലെന്നാണ് പറഞ്ഞത്. ഇന്ന് വലത് കൈ ചെയ്യുന്നത് ലോകമെല്ലാം അറിയത്തക്കോണം ഉള്ള സാമൂഹിക മാധ്യമങ്ങളിൽ കൂടെയുള്ളൊരു പ്രവർത്തനമാണ് നാം കാണുന്നത്. എത്ര വ്യക്തമായിട്ടാണ് ഗലാത്യയിലെ സഭയോട് പറയുന്നത്, നിങ്ങൾ പ്രത്യേകിച്ചും കൂട്ടുവിശ്വാസികളെ കൂടെ നിർത്തി നന്മ ചെയ്യാൻ പഠിക്കണം. ഇന്ന് കൂട്ടുവിശ്വാസികൾ എന്ന് പറയുമ്പോൾ ഒരു സഭയ്ക്കുള്ളിലുള്ള പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിലുള്ള പ്രവർത്തനമല്ല, പ്രിയ സഹോദര സഹോദരി. കൂട്ടുവിശ്വാസികൾ കർത്താവിനെ സ്വീകരിച്ച് ഈ ഭൂമുഖത്ത് ജീവിക്കുന്നവരെല്ലാം കൂട്ടുവിശ്വാസികളാണ്. അത് ഏത് സഭയായാലും, ഏത് പ്രാർത്ഥനയായാലും, ഏത് ഭാഷ പറയുന്നവരായാലും നമുക്കപ്രകാരം ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ട്. മുമ്പോട്ട് വായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 10:38 വായിക്കുമ്പോൾ, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം.
കർത്താവിൻ്റെ ജീവിത കാലയളവിൽ കർത്താവിനോടൊപ്പം പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് പത്രോസ്ലിയ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ശക്തിയിൽ അഭിഷേകം ചെയ്തും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കിയും സഞ്ചരിച്ചു. നന്മ ചെയ്ത് നാം കർത്താവിൻ്റെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ അതെപ്പോഴും നന്മയിലേക്കാണ് വഴി നടത്തിയത്. സൗഖ്യം നൽകിയാലും പ്രതിസന്ധികളിൽ നിന്ന് വിടുവിച്ചാലും ഒക്കെ അതൊരു നന്മയിലേക്കാണ്. നന്മയാണ് അവിടെ ഒക്കെ നാം കാണുക. എന്തിന്? പാപജീവിതത്തിൽ നിന്ന് വിടുവിക്കത്തക്കോണമെന്ന് പറയുമ്പോഴും അതൊരു നന്മയാണ്. അപ്പോൾ കർത്താവ് ഈ ഭൂമുഖത്ത് നന്മയ്ക്കായി, നന്മ പ്രവർത്തിക്കാനായി കടന്നു വന്നെങ്കിൽ നാം അവൻ്റെ അനുയായികളായി തീരുമ്പോൾ നാം അതേ സ്വഭാവമുള്ളവരായി തീരണ്ടേ? അതേ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നവരായി തീരണ്ടേ? നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ എവിടെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അപ്രകാരം ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാൻ പറ്റുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വോട്ട് വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4:21-22 വായിക്കുമ്പോൾ യേശു അവളോട് പറഞ്ഞത്, യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ എന്നെ വിശ്വസിക്കുക, സ്ത്രീയെ എന്നെ വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ഈ മലയിലോ യെരൂശലേമിലോ അല്ല ഈ മലയിലോ യെരൂശലേമിലോ അല്ല എന്നുള്ള സമയം വരുന്നു. എന്നുള്ള സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളും അറിയുന്നതിനെ ആരാധിക്കുന്നു. ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണല്ലോ വരുന്നത്. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണല്ലോ വരുന്നത്. കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആരാധിക്കുന്ന ഈ മലയിലോ യെരൂശലേമിലോ എന്നുള്ള സമയം വരുന്നു. അത് പിതാവിനെ ആരാധിക്കുന്നത് നമ്മൾ ഒരു സ്ഥലത്തല്ല, അതിനതീത സ്ഥലകാല പരിമിതികളില്ലാതെ കർത്താവിനെ ആരാധിക്കുവാൻ കഴിയണം. ഇവിടെ വ്യക്തമായി സ്ത്രീയോ എന്നെ വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ഈ മലയിലോ യെരൂശലേമിലോ അല്ല എന്നുള്ള സമയം വരുന്നു. കാരണം അവരുടെ അന്ന് അതായത് ആ യെരൂശലേം ദേവാലയം പണിതപ്പോൾ ദൈവത്തിനെ അതിനുള്ളിൽ അങ്ങ് ആക്കിയൊരു പ്രവർത്തന ചിന്തയിലായിരുന്നു. പക്ഷെ അപ്രകാരമല്ല. ദേവാലയങ്ങളും ആരാധനാലയങ്ങളും ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് ദൈവത്തിനെ നമ്മൾ അവിടെ ഒരു ബന്ധിതമായ അവസ്ഥയിൽ വെക്കുവാനല്ല, പ്രിയ സഹോദര സഹോദരി. അതൊരു വിശുദ്ധ സ്ഥലമായി ദൈവം വിശുദ്ധീകരിച്ച് ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നാം കടന്നു വന്ന് ആരാധിക്കുമ്പോൾ ശലോമോൻ പിതാവിന് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങൾ നമ്മൾ ഓർക്കണം. ഈ സ്ഥലത്ത് കഴിയിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും ഞാൻ കേൾക്കുമെന്ന് പറഞ്ഞ ആ വിശ്വാസത്തോടെ നമ്മൾ ഏത് ദേവാലയത്തിൽ കടന്നുപോയിക്കൊള്ളട്ടെ, ഏത് ആരാധനയിൽ കടന്നുപോയിട്ടെ, അവിടെ കടന്നു ചെല്ലുമ്പോൾ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ വരേണ്ട പ്രാർത്ഥന അതായിരിക്കണം. നിന്റെ ദൃഷ്ടിയും നിന്റെ ആലോചനയോ ഇരിക്കുന്ന ഈ ദേവാലയത്തിൽ ഞാൻ നിലവിളിക്കുമ്പോൾ എൻ്റെ കണ്ണുനീരിന് ഉത്തരമരുളുന്ന എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവമാക്കുവാൻ കഴിയുമോ? അപ്രകാരം അനുഭവമാക്കുവാൻ ദൈവം നമുക്ക് മുഖാന്തരം ഒരുക്കുവാൻ കഴിയും. പക്ഷെ അതെപ്പോഴാണ്? ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ മൗക്തീകരിക്കത്തക്കോണമായി തീരുമ്പോഴാണ്. ഇന്ന് അനേക ദേവാലയങ്ങളിൽ അപ്രകാരമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ ഇന്ന് ആ ദേവാലയത്തിലേക്ക് അനേകർ ഓടുന്നുണ്ട്. പക്ഷെ സ്വന്തമായി കടന്നു പോകുന്ന ഒരു ദേവാലയത്തിൽ എന്തുകൊണ്ട് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നില്ലെന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമില്ലേ? അവിടെ കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ലേ? നമ്മൾ അതിനുവേണ്ടി സ്വാധീനിക്കുവാൻ കഴിച്ചിട്ടില്ല. നമ്മുടെ ആരാധനകളിൽ കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ ആ ആരാധന, സ്തുതി സ്തോത്രങ്ങൾ ആരാധനയായി മാറിക്കഴിയുമ്പോൾ ആരാധന മധ്യത്തിൽ കടന്നു വരുന്ന കർത്താവിനോട് യാചിക്കണം. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ, ശലോമോൻ പിതാവ് അങ്ങയുടെ സന്നിധിയിൽ ദേവാലയം പ്രതിഷ്ഠിച്ചപ്പോൾ അങ്ങൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. അപ്രകാരം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേവാലയമാണ് ഇതൊക്കെ. ഞങ്ങളിവിടെ കടന്നു വന്ന് ആരാധിക്കുമ്പോൾ അനേകരെ സ്വാധീനിക്കത്തക്കവണ്ണം അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ദേവാലയങ്ങളായി മാറുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെയും വേദനകളുടെയും താഴ്വരയിൽ ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരവരുളുന്ന കർത്താവ് ഇവിടെ ഉണ്ടെന്ന് പറയത്തക്കോണം ഈ ദേവാലയത്തിലേക്ക് കടന്നു വരിക. നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമാധാനവും കർത്താവിൻ്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന്
സാക്ഷീകരിക്കത്തക്കോണം, സ്വാധീനിക്കത്തക്കോണം, ആ ദേശം ആ ദേവാലയം കൊണ്ട് സ്വാധീനിക്കത്തക്കോണം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്ന് അടഞ്ഞുകൊണ്ടിരിക്കുന്ന പല ദേവാലയങ്ങൾ തുറക്കപ്പെടുക മാത്രമല്ല, അനേകർക്ക് വെളിച്ചമായി തീരുന്ന പ്രകാശഗോപുരമായി തീരും. അതെപ്പോഴാ? നാം അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ. നമ്മുടെ സ്വാധീനം മൂലം, നമ്മുടെ ദൈവത്തിലുള്ള സമർപ്പണം മൂലം ജനങ്ങളെ സ്വാധീനിക്കുവാൻ നമ്മൾക്ക് കഴിയുമ്പോഴാണ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4:23-24 വായിക്കുമ്പോൾ, സത്യാരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഇവിടെയാണ് പ്രിയ സഹോദര സഹോദരി, നമ്മുടെ പല ദേവാലയങ്ങൾക്കും ഈ ദൈവിക തേജസ്സിന്റെ പൂർണ്ണത അനുഭവമാക്കുവാൻ കഴിയാതെ പോകുന്നത്. ഇവിടെ വ്യക്തമായി പറയുന്നത് എന്താണ്? ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സത്യം വേണം. അവിടെ ഞാനൊരു സെക്രട്ടറിയോ, ഒരു ട്രഷററോ, ഒരു വൈസ് പ്രസിഡന്റോ, അല്ലെങ്കിൽ ഈ സംഘടനയുടെ മേലധ്യക്ഷനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദൈവസന്നിധിയിൽ അതിന് ഒരു വിലയുമില്ല. പ്രിയ സഹോദര സഹോദരി, ദൈവസന്നിധിയിൽ വിലയുള്ളത് ആത്മാവിലും സത്യത്തിലും നാം ആരാധിക്കുമ്പോൾ, എല്ലാം മറന്നുകൊണ്ട് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഇടയാകുന്നത്. അവിടെയാണ് മറ്റുള്ള ജനതകളെ സ്വാധീനിക്കുവാൻ കഴിയുന്നത്. ഇന്ന് നിശ്ചലമായ ഒരു ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയത് അതുതന്നെയാണ്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ജനത്തെയാണ് ആവശ്യം. എല്ലാം മറന്നുകൊണ്ട് എൻ്റെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ജനതയാണ് ആവശ്യം. അപ്രകാരം ഒരു യുവതലമുറയാണ് ഇന്ന് ആവശ്യം. അപ്രകാരം ആ യുവതലമുറകൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ദേവാലയങ്ങൾക്കൊരു പുതിയ ശോഭ ലഭ്യമാകും. അത് യഥാർത്ഥമായ കർത്താവിൻ്റെ പ്രകാശഗോപുരമായി മാറുവാനിടയാകും. അനേകർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കത്തക്കോണം, അനേകരുടെ ജീവിതത്തിൽ സ്വാധീനിക്കത്തക്കോണമുള്ള പ്രവർത്തനത്തിന് മുഖാന്തരമായി തീരും. പോട്ട് വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4:25-26 വായിക്കുമ്പോൾ, സ്ത്രീ അവനോട് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന മശീഹ വരുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലതും ഞങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. യേശു അവളോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാകുന്നു മശീഹ എന്ന് പറഞ്ഞു. ഇവിടെ ശമര്യാക്കാരി സ്ത്രീക്കറിയാം ഇങ്ങനൊരാൾ വരാൻ പോകുന്നുണ്ട്, അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അതായത് ശമര്യ പട്ടണം വരെ കർത്താവിനെ പറ്റിയുള്ള വാർത്തകൾ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് ആരാണെന്ന് മാത്രം ശമര്യാക്കാരി സ്ത്രീക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് ഞാനാണെന്ന്. ഇന്ന് നമ്മെ ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ എവിടെയും ആയിക്കൊള്ളട്ടെ, നാം ചിന്തിക്കും നമ്മുടെ പള്ളി അല്ലെങ്കിൽ നമ്മുടെ ഇടവക ഒരു ചെറിയ 10-30 പേരുള്ളതായിരിക്കും. ഇടവകയുടെ ആൾ ബലത്തിലല്ല. ഇടവകകളിൽ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ കടന്നു വരുന്ന ജനം യഥാർത്ഥമായ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ആരംഭിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കും. പലപ്പോഴും കാണുവാനിടയാകുന്നത് നമ്മുടെ പ്രതിസന്ധികളിൽ മറ്റുള്ളവരുടെ തലയിൽ ചാരി നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചോളാം. അതല്ല. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സന്നദ്ധരായി കടന്നു വരുന്ന ഇടയശ്രേഷ്ഠന്മാരുള്ളപ്പോൾ അവരോടൊപ്പം മുട്ടുകുത്തി ഒന്ന് ആരാധിക്കുവേൻ. ആരാധനയിൽ ഉത്തരം തരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവമാക്കുവാൻ കഴിയും. ഏത് കൺവെൻഷനിൽ പോകുന്നതെന്നല്ല, ഏത് പ്രാർത്ഥനാ കൂട്ടത്തിൽ പോകുന്നതെന്നല്ല, അവിടെ നാം കടന്നു ചെല്ലുമ്പോൾ
നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടം തുറന്ന് കർത്താവിനെ സ്വീകരിക്കത്തക്കണം കടന്നുപോയാൽ, കർത്താവിനെ സ്വീകരിക്കുക മാത്രമല്ല, കർത്താവിൻ്റെ യഥാർത്ഥമായ സാക്ഷികളായി മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന തക്കവണ്ണമുള്ള ജീവിതമായി തീരും. അപ്പോസ്തലനായ പൗലോസ്ലീഹ യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെ വേദനിപ്പിക്കുകയും കഷ്ടത്തിലും അവരെ ഉന്മൂലനാശമാക്കുവാൻ നടന്ന ആ യഹൂദ പാരമ്പര്യത്തിൻ്റെ സത്യത്തിൽ വിശ്വസിച്ച് നടന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ കർത്താവിനെ ഏറ്റുമുട്ടിയ നാൾ മുതൽ അവൻ്റെ വിശ്വാസത്തിനൊരു മാറ്റം വന്നു, അവൻ്റെ കാഴ്ചകൾക്കൊരു മാറ്റം വന്നു, അവൻ്റെ ദർശനത്തിനൊരു മാറ്റം വന്നു. ഇത്രമാത്രം വ്യത്യസ്തമായ ലേഖനങ്ങൾ ജനസമൂഹത്തിന് നൽകുവാൻ ഇടയായത് യഥാർത്ഥമായ ക്രിസ്ത്യാനി ആരായിരിക്കണമെന്നും, ഒരു ക്രിസ്തീയ ജീവിതം, കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, ഓരോന്നിനെ പറ്റി ഇത്ര വ്യക്തതയോടെ എഴുതുവാൻ കഴിഞ്ഞത്, ഈ ലോകത്തിൽ അനേകരെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞത് കർത്താവിനെ ഏറ്റുമുട്ടിയ നാളിൽ കർത്താവിനെ സ്വീകരിച്ചപ്പോഴാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എത്രയോ പ്രാവശ്യം കർത്താവിൻ്റെ ശബ്ദം നാം കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ജീവിത ഈ കാലയളവിൽ. പക്ഷെ ആ കർത്താവിനെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പൂർണ്ണമായി സ്വീകരിക്കുവാൻ, പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ ജീവിത ശൈലികൾക്കൊരു മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാം യഥാർത്ഥത്തിൽ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല, പ്രിയ സഹോദര സഹോദരി. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും കർത്താവിന് വേണ്ടിയായിരിക്കുമെന്ന്. ഇത് നമുക്കത് പറയുവാൻ കഴിയുന്നുണ്ടോ? എൻ്റെ കർത്താവല്ലാതെ മറ്റാരുമില്ലെന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നുണ്ടോ? അപ്രകാരം ആ കർത്താവിനെ സ്വീകരിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടി സ്വാധീനിക്കപ്പെടുന്ന ജനതകളായിത്തീരുന്നത്. ഞാൻ മുമ്പോട്ട് വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4:28-29 വായിക്കുമ്പോൾ, അനന്തരം സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ വന്ന് കാണുവിൻ. അവൻ ഒരുപക്ഷെ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആദ്യത്തെ ഇൻഫ്ലുവൻസറാണ്. കർത്താവിന് വേണ്ടി ആദ്യമായി ഒരു പട്ടണത്തിൽ പോയി സ്വാധീനിക്കത്തക്കോണം സംസാരിച്ചൊരു വ്യക്തിയാണ്. എന്താണ്? ഇവൻ ക്രിസ്തുവാ, എന്നെ പറ്റി എല്ലാം പറഞ്ഞതുകൊണ്ട് ഇവൻ ക്രിസ്തുവായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് വന്ന് കാണുവിൻ. ഇന്ന് നമുക്ക് അപ്രകാരം പറയുവാൻ കഴിയുന്നുണ്ടോ? എൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തി എൻ്റെ കർത്താവുണ്ട്, നിങ്ങളൊന്ന് വന്ന് കാണുവീൻ, വന്ന് അനുഭവിക്കുവീൻ ഈ കർത്താവിനെ. അതാണ് സ്വാധീനം. അപ്രകാരം കഴിയുന്നുണ്ടോ? ബോട്ട് വായിക്കട്ടെ. 4:30 വായിക്കുമ്പോൾ, അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. ആ വാക്ക് കേട്ട് പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ വാക്ക് കേട്ട് ആർക്കും കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ലെങ്കിൽ നാം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം, എവിടെയാണ് കുറവെന്ന്. റോമാലേഖനം 14:7-8 വായിക്കുമ്പോൾ, നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവർ തന്നെ. അതായിരിക്കണം യഥാർത്ഥമായ കർത്താവിൻ്റെ സ്വാധീനിക്കുന്നവരായി തീരണമെങ്കിൽ. കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, ജീവിക്കുന്നതും മരിക്കുന്നതും എൻ്റെ കർത്താവിന് വേണ്ടിയായി തീരുമ്പോൾ, യഥാർത്ഥമായി ആ ശമരിയാക്കായ സ്ത്രീയെ പോലെ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയുമോ? വന്ന് കാണുക, വന്ന് അനുഭവിക്കുക. എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച കർത്താവ് നിന്റെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ കഴിയും. പക്ഷെ ഒന്ന് വരണം കർത്താവിൻ്റെ അടുക്കിലേക്ക്. നമ്മുടെ കടങ്ങളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങനെ കൃപയിൽ കർത്താവേ, തൻ്റെ ജനത്തെ നേടിയെടുക്കത്തക്കോണം കർത്താവേ, അനേകരെ അങ്ങയിലേക്ക് സ്വാധീനിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളുണ്ട്, ബലഹീനരുണ്ട് കർത്താവേ, എങ്കിലും ബലപ്പെടുത്തുന്ന അങ്ങയുടെ ശ്രേഷ്ഠ കൃപകൾ ഞങ്ങളോട് കൂടെ ഇരുന്ന കർത്താവേ, യഥാർത്ഥമായി അങ്ങയുടെ വിശ്വാസികളായി, അങ്ങയുടെ അനുയായികളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നുപോയ കുറവുകളും വീഴ്ചകളും ക്ഷമിച്ച് ഞങ്ങളുടെ കൃപയ്ക്ക് ഒത്തവണ്ണം വഴി നടത്തണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.